ചെറുകഥ പക. എന്താ ഇവിടെ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടല്ലോ? ഗായത്രിയുടെ ചോദ്യം കേട്ടപ്പോൾ ഞാനും ശ്രദ്ധിച്ചു. അതെ, സ്കൂളിൽ നിന്നാ. ഞാൻ വേഗം തെക്കേ ഭാഗത്തെ വലിയ ജനലിൽ കൂടി എത്തി നോക്കി. വലിയ അടച്ചുറപ്പുള്ള കുളപ്പുരയാണത്. ഞാനും ഗായത്രിയും കൂടി അടുത്ത സ്കൂളിൽ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇറങ്ങിയതാ. നൃത്തനൃത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം ക്യാപ്റ്റൻ ഗായത്രിയാണ്, എൻ്റെ ഭാര്യ. പഠിക്കുന്ന കാലത്തെ കലാതിലകമായിരുന്നു ഗായത്രി. ഇപ്പോൾ ഭാരത വ്യോമസേനയുടെ വിംഗ് കമാൻഡറാണ്. കുറച്ച് ദിവസത്തെ ലീവിൽ വീട്ടിൽ വന്നതാണ് ഗായത്രി. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി കിഴക്കോട്ട് കുളം ചുറ്റി നടന്നാൽ തെക്ക് ഭാഗത്താണ് ഹൈസ്കൂള്. അവിടെയാണ് കലോത്സവം നടക്കുന്നത്. 3 ദിവസത്തെ ഉത്സവത്തിൻ്റെ തുടക്കമാണിന്ന്. അങ്ങോട്ട് പോകാനിറങ്ങിയതാണ് ഞാനും ഗായത്രിയും. തെളിഞ്ഞ വെള്ളമാണ് കുളത്തിൽ. ഒന്ന് കാല് നനച്ചിട്ട് പോവാം എന്ന് ഗായത്രിയുടെ നിർദ്ദേശമായിരുന്നു. ഞങ്ങളുടെ തറവാട്ടുവക കുളമാണ്. നടുക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് പ്രവേശനത്തിലുള്ള കനത്ത കട്ടളയും വാതിലുകളും, കടവിലേക്ക് ഇറങ്ങാനുള്ള പടികൾ, 5-6 പടികൾ, കട്ടിലയുടെയും കവാടത്തിൻ്റെയും വീതിയിൽ. അത് കഴിഞ്ഞാൽ പരന്ന പ്രതലം. ആ പടികളും പ്രതലവും അവസാനിക്കുന്നതുവരെ തെക്കും വടക്കും സമചതുരാകൃതിയിലുള്ള സിമൻറ്റിട്ട പരന്ന തറകളാണ്. 4 പുറവും ചുമര്. കിഴക്ക് ഭാഗത്തുള്ള 2 ചുമരുകളിലും ഓരോ കിളിവാതിൽ ജന്നലുകൾ. തെക്കേ ചുമരിൽ വലിയ മരക്കഴികളുള്ള ജന്നൽ. സിമൻറ്റ് തറകളുടെ 2ൻ്റെയും പടിഞ്ഞാറ് ഭാഗത്ത് അരമതിലുകൾ. ചെറിയ പടികൾ അവസാനിക്കുന്ന ഭാഗത്ത് തെക്കും വടക്കും ഭാഗത്ത് അരമതിലുകളുടെ കാവൽക്കാരായി മേൽക്കൂര മുട്ടുന്ന 2 വലിയ സമചതുര തൂണുകൾ. പരന്ന പ്രതലത്തിൽ നിന്നും വീണ്ടും പടിഞ്ഞാട്ട് താഴേക്കിറങ്ങി ചെല്ലാൻ വീതിയുള്ള പടവുകൾ. 2 ഭാഗത്തെയും ചുമരുകൾ മുട്ടുന്ന നീളത്തിൽ. 10-15 പടവുകൾ കഴിഞ്ഞാൽ നിറഞ്ഞ തെളിഞ്ഞ വെള്ളം. വെള്ളം തൊടുന്ന ഭാഗത്ത് മുകളിലെ തൂണുകളുടെ അതേ വലുപ്പത്തിൽ 2 തൂണുകൾ. മേൽക്കൂര പടിഞ്ഞാട്ട് ചെരിച്ച് ഓടിട്ടത്. ഗായത്രി താഴെപ്പടിയിലെത്തിയിരിക്കുന്നു. കാല് നനച്ചിട്ടില്ല. ജന്നൽ വഴി ഒച്ച കെട്ടിടത്തേക്ക് നോക്കി. അത് രവിയാണല്ലോ. ഗായത്രിയുടെ ഏട്ടനാണ് രവിവർമ്മ. വലിയ ലോകമറിയുന്ന സാഹിത്യകാരനാണ്. കലോത്സവത്തിൻ്റെ സാഹിത്യ മത്സരം സെഷൻ ഉദ്ഘാടനത്തിന് വന്നതാണ്. സ്റ്റേജിൻ്റെ വടക്കേ സൈഡിലുള്ള വിശ്രമമുറിയാണത്. എവിടെയാണ് നിൻ്റെ പെങ്ങൾ ഗായത്രി? ഇന്ന് അവളുടെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. ആചാര്യബാഹുവായ ഒരാൾ. ഒറ്റ നോട്ടത്തിലറിയാം അയാൾ ഒരു ഗുണ്ടയാണെന്ന്. രവിയെ ചുമരിനോട് ചേർത്ത് നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് അലറുന്ന ഒച്ചയാണ്. എനിക്കറിയില്ല, വിടറ എന്നെ. വേണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി നോക്ക്. എൻ്റെ പോക്കറ്റിൽ നിന്നല്ല അവൾ താമസം എന്ന് രവി പ്രതിവചിച്ചു. രവിയുടെ കഴുത്തിലെ പിടിവിട്ട് അയാൾ പെട്ടെന്ന് തിരിഞ്ഞു. ഒരു മിന്നായം പോലെ എന്നെ കണ്ടു കാണും. അയാളുടെ കണ്ണിൽ പെടണ്ടാന്ന് കരുതി ഞാൻ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ തട്ടിത്തടഞ്ഞ് അവിടെ ഇട്ടിരുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് വീണു. ഉച്ചമയക്കത്തിന് തറവാട്ടുകാരണവന്മാർ വന്ന് കിടക്കാനുള്ളതാണ് കട്ടിൽ. നല്ല കാറ്റ് കിട്ടുമത്രേ ഇവിടെ കിടന്നാൽ, കൃഷ്ണൻകുട്ടി മാമ പറഞ്ഞു കേട്ടണു. ഗായത്രിയാണിവിടെ ജനലിനരികിൽ നിൽക്കുന്നതെന്ന് അയാൾ കരുതിയോ എന്തോ. ജന്നൽ കഴികൾക്കിടയിലൂടെ വലിയ ഒരു വടി കൊണ്ട് അയാൾ കുത്തി നോക്കുന്നു. കട്ടിലിൻ്റെ അടിവരെ എത്തുന്നുണ്ട് വടി. ഞാൻ കട്ടിലിൻ്റെ അടിയിലൂടെ ഊർന്നിറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുളപ്പുര വാതിൽ അകത്തു നിന്നും സാക്ഷയിട്ടോളാൻ ഗായത്രിയോട് ആംഗ്യം കാണിച്ചിട്ടാണ് ഞാൻ മടങ്ങിയത്. വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ ഞങ്ങളുടെ വിളമ്പി വീട്ടിലേക്ക് കയറുന്നിടത്ത് വഴിയിൽ നിൽക്കുന്നു. 4 അടി ഉയരവും 7 അടിയോളം നീളവും ഉള്ള കൊഴുത്തുരുണ്ട വെള്ള നിറത്തിലുള്ള പശുവാണ് വിളമ്പി. പടിപ്പുര കടന്ന് പടികൾ ഇറങ്ങി വഴിയിലാണ് അവൾ നിൽക്കുന്നത്. പടിപ്പുരയുടെ പുറത്ത് തെക്ക് ഭാഗത്തുള്ള തറയിൽ മണൽ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നു. മരാമത്ത് നടക്കുന്നുണ്ട് വീട്ടിൽ. അതിന് താഴെയായിട്ടാണ് വിളമ്പി നിൽക്കുന്നത്. അവളെ സ്നേഹത്തോടെ ഒന്ന് തലോടിയിട്ടാണ് ഞാൻ പടിപ്പുര സ്റ്റെപ്പുകൾ കയറിയത്. അകത്തേക്കുള്ള ഉമ്മറപ്പടി കടന്നപ്പോൾ അവിടെ നിൽക്കുന്നു ചോമ്പി.
വെളുമ്പിയുടെ അതേ വലിപ്പവും ചന്തവുമുള്ള ഉള്ളവളാണ് ചോമ്പി. ഞാൻ ചോമ്പിയെ കൊണ്ടുപോയി പടിഞ്ഞാറെ തൊടിയിൽ വിട്ടുവന്നു. പടിപ്പുരയുടെ മുന്നിൽ വാച്ച്മാൻ കുട്ടനോട് സംസാരിച്ചു നിൽക്കുന്നു നേരത്തെ കണ്ട ഗുണ്ട. എന്തൊക്കെയോ ചോദിച്ചറിയുന്നു, ഫോൺ നമ്പറുകളും മറ്റും. അയാൾക്ക് എന്നെ പരിചയമില്ല. എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല അയാളുടെ മുഖത്ത്. ഞാൻ അയാളെ കണ്ടപ്പോൾ ചിരിക്കുന്നതായി ഒന്ന് ഭാവിച്ചു. എന്തായാലും കുട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ രവിയേക്കാൾ സുഖം ഞാൻ അനുഭവിച്ചേനെ. ഗുണ്ടകൾക്ക് സ്പെഷ്യൽ ലോണൊന്നും ഞങ്ങളുടെ ബാങ്കിൽ പ്രഖ്യാപിക്കാത്തത് നന്നായി എന്ന് തോന്നിയ നിമിഷം. അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ആദ്യം ലോൺ ലഭിക്കാൻ അർഹതയുള്ളയാളാണ് ഇയാൾ. ചീഫ് മാനേജറായ എന്നെ പരിചയമില്ലാതിരിക്കാനും ഇടയില്ല. നല്ല കാലം. ഞാൻ അവിടെ നിന്നും വേഗം പടിഞ്ഞാറേ മുറ്റത്തേക്ക് മാറി. രവി ഗായത്രിയെ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവൾ എന്നെയും വിളിച്ചു. രവിയേട്ടനോട് പരിഭ്രമിക്കേണ്ട, ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്രേ. എന്നോടും പറഞ്ഞു, ഒരു പേടിയും വേണ്ട, 2 മണിക്കൂറിനകം അവനെ പോലീസ് പൊക്കിക്കോളും. അതുവരെ പരിഭ്രമിക്കേണ്ട കേട്ടോ എന്ന്. വളരെ ബോൾഡാണ് ഗായത്രി. വലിയ അഭിമാനമാണ് കുടുംബക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ അവളെക്കുറിച്ച്. അവൾ എതിർഭാഗത്തുള്ള മാരാരുടെ വീട്ടിൽ കയറിയിട്ടുണ്ടത്രേ. അവളാണല്ലോ അവൻ്റെ ലക്ഷ്യം. അവൻ്റെ കയ്യിൽ നീളമുള്ളൊരു കഠാരയും ഉണ്ടത്രേ. രവി പറഞ്ഞു. അകത്ത് കുട്ടിത്തളത്തിൽ നിന്നും ഉറക്കെ സംസാരിക്കുന്ന ശബ്ദം. അവൻ ഞങ്ങളുടെ ലാൻഡ് ഫോണിൽ നിന്നും സംസാരിക്കുന്നതാണ്. നോക്കുമ്പോൾ മൂലയ്ക്ക് നിൽക്കുന്ന ഞങ്ങളുടെ പണിക്കാരിയാണ് ഉരച്ചു മറുപടി പറയുന്നത്. അവളുടെ ഫോണിലാണ് അവൻ ആദ്യം വിളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇല്ല, ചേച്ചി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണ് പോകണമെന്ന്. ലക്ഷ്മിയുടെ വിറയാർന്ന സ്വരം. ഞാൻ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി കട്ട് ചെയ്തു. അവളോട് തൊടിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു പശുവിനെ നോക്കാൻ. അപ്പോഴതാ വടക്കേ മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന മീനുവിൻ്റെ ഫോൺ ശബ്ദിക്കുന്നു. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ അവളും മറുപടി പറഞ്ഞു. അവളുടെ ഫോണും ഞാൻ വാങ്ങിവെച്ചു. പുറത്തുപോയി വെളുമ്പിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. മര്യാദയ്ക്ക് പറഞ്ഞോ അവളെവിടെയെന്ന്. ഇന്ന് അവളെ ശവമാക്കിയിട്ട് ഞാൻ പോവൂ. അവൻ്റെ അലർച്ച. കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ച ഉരുളകളോടുള്ള നന്ദി എഴുതിച്ചിരുന്നു അമ്മയോടുള്ള അവൻ്റെ ഭാഷയിൽ എന്ന് തോന്നി. അവളെവിടേക്കാണ് പോയതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയണേ? നിനക്ക് എന്തിൻ്റെ കേടാ വിനു? ഇനിയെങ്കിലും നിനക്ക് നല്ല നിലയിൽ ജീവിച്ചുകൂടെ? വിനു, ശിക്ഷ കഴിയാൻ നീ കുറച്ചു കാലം കൂടിയല്ലേ ഉള്ളൂ. നിൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കണ്ടേ നീ വിനുവോ? അമ്മയ്ക്ക് അവനെ അറിയാം എന്ന് തോന്നുന്നു. വിനു എന്ന് പേരൊക്കെ വിളിക്കണം. നിറയെ വണ്ടികൾ വരുന്ന ശബ്ദം. പോലീസ് വണ്ടികളാണ്. നിറയെ പോലീസുകാർ. ജില്ലാ സൂപ്രണ്ട് നേരിട്ട് വന്നിരിക്കണു. കനത്ത ബൂട്ടുകളുടെ ശബ്ദം. അന്തരീക്ഷം തന്നെ മാറി. വീട് നിറച്ചും ബൂട്ടിട്ട കാലുകളും കാക്കി യൂണിഫോമുകളും കൊണ്ട് നിറഞ്ഞെണ്ണു. എല്ലാവരുടെ കയ്യിലുമുണ്ട് വെടിവെച്ചാൽ പൊട്ടുന്ന തോക്കുകൾ. ഞാൻ തന്നെ പരിഭ്രമിച്ചു. എടാ ഇടി, മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ? DYSP ആണെന്ന് തോന്നുന്നു ഉച്ചത്തിൽ അലറി. നിന്നെ വെടിവെക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് എൻ്റെ കയ്യിൽ. മര്യാദയ്ക്ക് ഇറങ്ങി വന്നാൽ ശേഷിച്ച കാലം കൂടി ജയിലിലെ ചപ്പാത്തി വിറ്റ് കാശുണ്ടാക്കി പുറത്തു വന്ന് മര്യാദയ്ക്ക് ജീവിക്കാം. അതല്ല, ഇടയാനാണ് ഭാവമെങ്കിൽ നിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തും. ശക്തവും വ്യക്തവും ഉറച്ചതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഉച്ചത്തിലും. പക്ഷേ ഒന്നെനിക്ക് മനസ്സിലായില്ല. അമ്മ വിനു എന്നാണ് ആ ഗുണ്ടയെ വിളിച്ചത്. DYSP ഇടിയെന്നും. അടുത്തു നിന്ന പോലീസുകാരൻ എൻ്റെ സംശയം തീർത്തു തന്നു. ഇടിവിനു എന്ന ഗുണ്ടാത്തലവനാണവൻ. കൊല്ലും കൊള്ളയുമാണ് അവൻ്റെ പണി. പക്ഷെ പിടി വീണത് മധു കൊലക്കേസിൽ മാത്രം. ജീവപര്യന്തമാണ്. പറഞ്ഞയാൾ ഇവിടുത്തെ SI ആണത്രേ. ഇപ്പോൾ പരോളിലാണവൻ. മുഖ്യമന്ത്രിയുടെ സ്വന്തമായതുകൊണ്ടാണ് പരോൾ കിട്ടിയത്. കുറച്ചു മുമ്പ് അദ്ദേഹം തന്നെ പരോൾ പിൻവലിച്ചു. കേന്ദ്രത്തിൽ നിന്നും നിർദ്ദേശം വന്നു അത്രേ. നിങ്ങൾക്ക് കേന്ദ്രത്തിലൊക്കെ നല്ല പിടിയല്ലേ? അയാളുടെ അജ്ഞത വെളിപ്പെടുത്തി. അതാ വരുന്നു ഇടിവിനു, കയ്യിൽ കനത്ത വിലങ്ങുണ്ട്.
അവനേക്കാൾ ആചാരബാഹുക്കളായ 2 പോലീസുകാരുടെ ബലിഷ്ടങ്ങളായ കൈകളിൽ അവൻ സുരക്ഷിതരാണെന്ന് തോന്നി. അതിലൂടെ ഞങ്ങളും. താങ്ക് യു. ഗായത്രി പോലീസ് സൂപ്രണ്ടിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് കണ്ടു. നോ, ദിസ് ഈസ് മൈ ഡ്യൂട്ടി മാഡം എന്ന് SP. ഗായത്രിക്ക് ഒരു സല്യൂട്ടും നൽകി അവർ മടങ്ങി. എന്താണോ ഇത്? ഞാൻ കുറച്ചു നേരത്തേക്ക് സ്തംഭിച്ചു പോയല്ലോ. എല്ലാവരും പോയി കഴിഞ്ഞ് അവളെ തനിയെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു കഥയാണ് സുഖേട്ടാ, ഒരു പകയുടെ കഥ. സുകുമാരൻ എന്ന പേരുള്ള എന്നെ അവൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് സുഖേട്ടാന്ന്. പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഗായത്രി ആ കഥ പറയുകയാണ്. ലീലയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ശ്രീമതി ലീലാമേനോൻ. ഞങ്ങളുടെ മറ്റൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സുഷമ. ഇന്നവൾ ഇൻകം ടാക്സ് കമ്മീഷണറാണ്. അവൾക്കൊരു പ്രണയബന്ധമുണ്ടായിരുന്നു, കലാലയത്തിലെ തീപ്പൊരി പ്രാസംഗികൻ മധു. ഭാവിയിൽ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവാൻ കെൽപ്പുള്ളവൻ എന്ന് എല്ലാ വിദ്യാർത്ഥികളും വിശ്വസിച്ചിരുന്ന മിടുക്കൻ. മധു ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് കോളേജ് മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം വിശ്വസിച്ചിരുന്നു. മധുവിൻ്റെ അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തന്നെയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി സുരേന്ദ്രൻ. വിനു അവൻ്റെ ശിങ്കിടിയായിരുന്നു. സുരേന്ദ്രന് വേണ്ടി കൊല്ലാനും വെട്ടാനും മടിയില്ലാത്തവൻ. എൻ്റെ കുഞ്ഞിനെ ആ കാലമാടം കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് വിനുവിൻ്റെ അമ്മ എൻ്റെ അമ്മയോട് കരഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഒരു ദിവസം ഞങ്ങളുടെ കോളേജിലെ ലൈബ്രറിയുടെ മൂലയിൽ വെച്ച് ഈ വിനു മധുവിനെ അതിദാരുണമാം വിധം വെട്ടിക്കൊല്ലുന്നത് വീർപ്പടക്കി നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യയാണ് ഞാൻ. ആരും കാണാത്ത വെളിച്ചം തീരെ കുറഞ്ഞ ഒരു മൂലയിൽ ഒരു റാക്കിൻ്റെ മറവിൽ നിൽക്കുകയായിരുന്നു ഞാൻ. ദൃക്സാക്ഷിയായ എൻ്റെ തെളിവ് വളരെ ശക്തമായി അവതരിപ്പിച്ചു പ്രോസിക്യൂഷൻ അഡ്വക്കറ്റ് കുറുപ്പ് സാറ്. കോടതിക്കത് ബോധ്യപ്പെട്ടു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമാണെന്നത് സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ട് സെക്ഷൻ 302 പ്രകാരം കൊലപാതകത്തിന് ജീവപര്യന്തം തടവ് വിധിച്ചു. അതെ, എൻ്റെ ദൃക്സാക്ഷ്യമില്ലെങ്കിൽ അവൻ ഈസിയായി ഇറങ്ങിപ്പോയേനെ എന്ന് കുറുപ്പു സാർ തന്നെ പറയുമായിരുന്നു. പ്രണയനൈരാശ്യമാണ് കൊലയ്ക്ക് കാരണമായി പോലീസ് സ്ഥാപിച്ചത്. സത്യമതല്ലെങ്കിലും അത്രയ്ക്ക് സ്വാധീനമായിരുന്നു സുരേന്ദ്രന് അധികാര കേന്ദ്രങ്ങളിൽ. ഇന്നും അതുകൊണ്ടായിരുന്നെങ്കിൽ അവനായിരുന്നേനെ സുരേന്ദ്രൻ്റെ സ്ഥാനത്ത്. ഗായത്രിയുടെ കണ്ണിൽ നീറുപടിയുന്നത് കണ്ടു അത് പറയുമ്പോൾ. അന്ന് കോടതിയിൽ നിന്നും വിധിക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കേൾക്കെ അവൻ എന്നെ നോക്കി അലറുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ കണ്ടോളാടി, ഞാൻ ഇറങ്ങും, വന്നാൽ നിന്നെ വെട്ടി നുറുക്കി പട്ടികൾക്ക് ഇട്ടുകൊടുക്കുമെന്ന്. വല്ലാത്തൊരു പകയാണ് സുഖേട്ടാ. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. ആനപ്പക, പാമ്പും പക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലും വലിയതാണല്ലോ ഇത് എന്ന് ഓർത്തു ഞാൻ. ഗായത്രി കഥ പറഞ്ഞു നിർത്തിയപ്പോൾ മഴ പെയ്തു തോർന്നതുമാതിരി. മാഡം വാ, സ്കൂളിൽ പരിപാടി ഇതുവരെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മാഡം വന്നാൽ തുടങ്ങാം, ഷീല ടീച്ചർ വീട്ടിൽ വന്ന് ഗായത്രിയോട് പറഞ്ഞു. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഗംഭീരമായെന്നോർത്ത് ഞാനും ഗായത്രിയെ അനുഗമിച്ചു. രവിയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ശുഭം.